ിലേക്ക് കൂടി ഒന്ന് പോകണം. ആർ കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരണ്, ഏതാണ്ട് 20 വർഷത്തോളമായി നമ്മൾ കേൾക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും എന്നുള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് എന്നുള്ളത് യാദർച്ഛികമാകാം. കാരണം ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ നിരവധി മണ്ഡലങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി രാഹുലിന്റെ പിൻഗാമിയായി വരുന്നത് എന്ന യാദർച്ഛികത തന്നെയാണ്, അത് സംശയമില്ല. അതോടെ മറ്റൊരു പ്രത്യേകത, വയനാട് എന്നത് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം ഒഴിയുന്നതോട് ഒരുപക്ഷെ സംഭവിക്കാനിരുന്നത് ഇവിടുത്തെ ഏതെങ്കിലും പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും സ്ഥാനാർത്ഥിയാവുകയും വയനാടിന്റെ പ്രാധാന്യം അത്തരത്തിൽ ഒതുക്കപ്പെടുകയുമായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ വയനാട് വീണ്ടും ദേശീയ ചിത്രത്തിലേക്ക് എത്തുകയാണ്. ഒരുപാട് ഗുണം കോൺഗ്രസിന് കേരളത്തിലും മറ്റ് ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അടക്കം ലഭ്യമാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഡബിൾ എഞ്ചിനായി ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും വരുന്നതോടുകൂടി ഇപ്പോഴത്തെ ഈ പോരാട്ടത്തിന്റെ വീര്യം അത് കൂടുകയല്ലേ ഉള്ളൂ. രഞ്ജിത്ത്, സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ അതിനെതിരായിട്ട് ഉയർന്ന വികാരം, ആ അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ അമേത്തിയും റായ്ബറേലിയും. ഇത് രണ്ടും പരമ്പരാഗതമായി തന്നെ നെഹ്റു കുടുംബത്തിന്റെ സീറ്റുകളാണ്. ഈ സീറ്റുകൾ രണ്ടും പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി ഒരിടത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം, അല്ലെങ്കിൽ ഒരിടത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കണം. ഈ ആവശ്യമായിരുന്നു കോൺഗ്രസിനുള്ളിൽ ഉയർന്നിരുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. അവിടുത്തെ വിജയസാധ്യതയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാരണം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് മത്സരിച്ചാൽ ഇത് വീണ്ടും നെഹ്റു കുടുംബത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ദിരാ കുടുംബത്തിലേക്ക് പോകുന്നു എന്ന നരേന്ദ്രമോദി നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാവണം അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മാറ്റി നിർത്തുന്നു. അവിടെ രാഹുൽ ഗാന്ധി മാത്രം മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർക്ക് മത്സരിക്കാൻ ഇപ്പോൾ കൂടുതൽ അനുകൂലമായ ഒരു അന്തരീക്ഷം വരുന്നതിനൊരു കാരണം, അമേഠിയിൽ അവിടെ മത്സരിച്ചത് കിഷോരിലാൽ ശർമ്മ പരാജയപ്പെട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായും സുരക്ഷിതമായ താവളങ്ങൾ തേടി വരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ സുരക്ഷിതമായ താവളങ്ങൾ തേടിയാണ് വയനാട്ടിലേക്ക് വരുന്നത്, യുപിയിൽ മത്സരിക്കാൻ ശേഷിയില്ല എന്നൊരു ആക്ഷേപം കൂടി വന്നേനെ. പക്ഷേ അങ്ങനെയല്ല, കിഷോരിലാൽ ശർമ്മയെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നിങ്ങൾ അത്ഭുതം പ്രതീക്ഷിച്ചോളൂ, വയനാട്ടിലും അമേഠിയിലും റായ്ബറേലിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കൃത്യമായി സാധിച്ചു കൊടുക്കാൻ തന്നെ, അവിടെ വിജയം കാണിച്ചു കൊടുക്കാൻ തന്നെ കോൺഗ്രസിന് കൃത്യമായി കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലരും അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല. അമേഠിയിൽ പരാജയം ഉണ്ടാവും എന്നുള്ളതായിരുന്നു. BJP അനായാസം ജയിക്കും, സ്മൃതി ഇറാനിക്ക് അവിടെ വിജയം സാധ്യമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾക്കായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല വിലയിരുത്തിയത്. അമേഠി തിരിച്ചുപിടിക്കാൻ ആവും എന്ന് വിലയിരുത്തുകയും അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയെ മത്സരിപ്പിച്ച് തിരിച്ചുപിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ വയനാടും റായ്ബറേലിയുമാണ്. ഈ രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ഒഴിഞ്ഞാൽ മതിയാവും. സ്വാഭാവികമായും ഉത്തരേന്ത്യയിൽ ആധിപത്യം തിരിച്ചുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ ശക്തി ഉറപ്പിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. പൊളിറ്റിക്കലായ ഒരു തീരുമാനമെടുക്കുമ്പോൾ വയനാടിനേക്കാൾ എന്തുകൊണ്ടും കോൺഗ്രസിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് റായ്ബറേലിയാണ്. യുപിയിൽ ഇത്തവണ ഒരു വലിയ മുന്നേറ്റത്തിന് കോൺഗ്രസിന്, അല്ലെങ്കിൽ വലിയ തിരിച്ചുവരവിന് കോൺഗ്രസിന് സാധ്യമായിട്ടുണ്ട്. അടുത്ത UP നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും UP പിടിച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. അവിടെ ഇപ്പോൾ SP കോൺഗ്രസ് സഖ്യത്തിൽ അത്തരമൊരു മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുവെ വിലയിരുത്തപ്പെടുന്നതിന് അപ്പുറത്തേക്ക് ഒരു വലിയ മുന്നേറ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ തന്നെ ദേശീയ തലത്തിലുള്ള തിരിച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം UPയിൽ BJPക്ക് നേരിട്ട തിരിച്ചടിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, UPയിൽ കോൺഗ്രസും SP ചേർന്ന് മത്സരിക്കാൻ കഴിഞ്ഞു. അതിന് രാഹുൽ ഗാന്ധിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി മാറിയാൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനാകുകയും അതൊരു തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെയാണ് റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് സീറ്റിൽ നിന്ന് അദ്ദേഹം ഒഴിയുന്നത്. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി മറ്റേതെങ്കിലും കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ വരുന്ന എഫക്റ്റിലേക്കോ, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിലേക്കോ കോൺഗ്രസിനെ എത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയെ ചൊല്ലിയൊക്കെ കേരളത്തിൽ വലിയ തർക്കങ്ങൾ കൂടി സാധ്യതയുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ കാണുന്നത്, രാഹുൽ ഗാന്ധി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വളരെ വൈകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാന നിമിഷം മാത്രം തീരുമാനമെടുക്കുന്ന ആളാണ്. അതിന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലായാലും റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി വിഷയത്തിലായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് മാത്രം തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും അവസാന നിമിഷം തീരുമാനമെടുക്കുക എന്നുള്ള രീതിയാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് വിജയിച്ച രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സമർത്ഥമായ നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ വേഗത്തിൽ തീരുമാനമെടുക്കുന്നു. അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, തന്റെ ഒഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് സ്ഥാനാർത്ഥി എന്നത് കൃത്യമായി പ്രഖ്യാപിക്കുന്നു. ഇതുവരെ രാഹുൽ ഗാന്ധി തുടരുന്ന രീതി അനുസരിച്ച് നോക്കിയാൽ അവിടെ എങ്ങും സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കാതെ പല അഭ്യൂഹങ്ങൾക്ക് ഇട നൽകുക, ഏറ്റവും അവസാന നിമിഷം സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുക എന്നുള്ള അതിനും ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തുടരുക ശ്രീ ഡോക്ടർ.